റഷ്യ ഉക്രൈൻ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് റിയാദിൽ നടന്ന് വളരെ ദീർഘനേരം നിന്ന് റഷ്യ അമേരിക്കൻ ചർച്ച ഏകദേശം പര്യവസാനിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല വാർത്തകളും പലതും വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അതിന് തൊട്ട് മുമ്പായിട്ട് ഡൽഹിയിൽ നടന്ന റെയ്സീന ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഈ പല രാജ്യങ്ങളെ 16-17 രാജ്യങ്ങൾ ചേർന്നുള്ള അവരുടെ ഇന്റലിജൻസും നാഷണൽ സെക്യൂരിറ്റിയും എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്, ഇന്റലിജൻസ് ഷെയറിംഗ് ഒക്കെ. ആ സമയത്ത് റഷ്യയുടെ പ്രതിനിധി പല പത്രങ്ങൾക്കും കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത്, അത് കൃത്യമായിട്ട് പറയുന്നു, ഇതിനകത്ത് റഷ്യക്ക് പല താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അതിന് ഇന്ത്യയുടെ പിന്തുണ കൂടെ ഉണ്ടാകും. ആ രീതിയിലാണ് അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പൊ ഈ സൗദിയിൽ നടന്ന ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഇത് ഈ റഷ്യക്കും ഉക്രൈനും വാറിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്യുന്നത് അമേരിക്കയാണ്. കാരണം ഉക്രൈൻ ഒരു ഭാഗത്ത് അവരുടെ റെയർ എർത്ത് മിനറൽസും മറ്റുള്ള സാധനവും LNG എല്ലാം കൊടുക്കാമെന്ന് പറയുന്ന അമേരിക്ക അവരുടെ കടം വീട്ടാൻ ഈ ഉക്രൈൻ്റെ റീബിൽഡ് ചെയ്യാനും, ഇപ്പുറത്ത് റഷ്യയും അതേപോലെ ഓഫർ കൊടുക്കുകയാണ്. അവരുടെ കയ്യിലുമുണ്ട് ഇതേപോലെ മൈൻസും അതുമൊക്കെ ഉണ്ട്, അത് അമേരിക്കയ്ക്ക് യൂസ് ചെയ്യാം. അൾട്ടിമേറ്റ്ലി ഇത് അമേരിക്കയുടെ കാലേ ചെന്ന് വീഴുവാണ് ഈ രണ്ട് രാജ്യങ്ങൾ. ഇത് തന്നെയാണ് ഡേ 1 ഓൺവേർഡ്സ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് അമേരിക്കയോട് താല്പര്യം? കാരണം എക്കോണമി പവർ, വേൾഡ് മിലിറ്ററി പവർ. ഇതിനകത്ത് റഷ്യയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് നല്ല പോലൊരു ബിസിനസ് രീതിയിൽ റഷ്യക്ക് മുന്നോട്ട് പോകണം. അതായത് ഇപ്പോൾ ഉക്രൈൻ ഈ പിടിച്ചെടുത്ത സ്ഥലമായിട്ട് അവർക്ക് താല്പര്യമൊന്നുമില്ല, അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുമായിട്ട് നല്ല ഡിപ്ലോമസിയും അതേപോലെ തന്നെ വ്യാപാരവും ട്രേഡുമായിട്ട് മുന്നോട്ട് പോകും. അപ്പം ഈ ഡയലോഗിനകത്ത്, ഈ കോൺവെർസേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ട് സമാധാന സേന അവരുടെ നേതൃത്വത്തിൽ ഉക്രൈനിലുണ്ടാകും. സീസ്ഫയറിന് ഈ എഗ്രിമെന്റ് വന്ന ശേഷം 30 ഡേയ്സ്. അതേപോലെ തന്നെ ഫ്രാൻസ് അതുകൊണ്ട് സഹകരിക്കുമെന്ന് പറഞ്ഞു, മറ്റ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ റഷ്യ തള്ളിക്കളഞ്ഞു. അപ്പോൾ അമേരിക്ക ഒരു പ്രപ്പോസൽ വെച്ചു, യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്. അതിൽ ഇന്ത്യ ആയിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനെ റഷ്യ സ്വാഗതം ചെയ്തു. ഇന്ത്യയാണെങ്കിൽ അവിടെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് വരുവാണെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതിന്റെ ടോക്സും സ്റ്റാർട്ട് ചെയ്തു ബാക്ക് ഡോറിൽ കൂടി ഇന്ത്യയുമായിട്ട്. അതിനിടയ്ക്ക് റഷ്യ പറഞ്ഞു, യുണൈറ്റഡ് നേഷനേക്കാളും ഇന്ത്യൻ ഫോഴ്സ് വരട്ടെ, അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവർ ന്യൂട്രൽ ആയിരിക്കും, ആ രാജ്യത്തിന് ഒരു രാജ്യത്തോടും യുദ്ധം ചെയ്യണം താല്പര്യമില്ല. ഇതും ഏകദേശ ധാരണയിലോട്ട് പോവുകയാണ്. യുണൈറ്റഡ് നേഷന്റെ ഫോഴ്സിൽ ഇന്ത്യ ഹെഡ് ചെയ്യുന്നു. അത് ഇന്ത്യ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ്, സമാധാന സേനയായിട്ട് ഉക്രൈനിൽ പോകുന്നു. അപ്പൊ ഇതിന്റെ പണം മുഴുവൻ ഉക്രൈനാണ് ഇന്ത്യ ഗവൺമെന്റിന് കൊടുക്കുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്ന ചെലവുകൾ അതിനും ഉക്രൈൻ തയ്യാറാണ്. അവസാനം ഉക്രൈന് സമ്മതിക്കേണ്ട സ്ഥിതിയിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഇന്ത്യൻ സേനയുടെ പ്രസൻസ്, അതായത് ഫ്രണ്ട് ലൈനിൽ ഇന്ത്യൻ സേനയായിരിക്കും ഉക്രൈനിൽ സമാധാന സേനയായിട്ട് പോകുന്ന ഏകദേശ ധാരണയായി. ഇതിന്റെ ഫൈനൽ ലാപ്പ് ഒന്നും അറിയത്തില്ല, പക്ഷെ ഇങ്ങനെയും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ റഷ്യ ഒരു കാരണവശാലും ഈ നാറ്റോ രാജ്യങ്ങളും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈൻ്റെ അകത്ത് സമാധാന സേനയായിട്ട് വരണമെന്ന് അവർക്ക് താല്പര്യമില്ല. കാരണം ഈ നാറ്റോ രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് അമേരിക്ക കയറി ഇടപെടും ഡയറക്റ്റ്. അപ്പം അതിനേക്കാളും നല്ല സമാധാന ന്യൂട്രൽ രാജ്യങ്ങൾ, അതായത് ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ പ്രസൻസ് ആണ് പീസ് കീപ്പിംഗ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ ഒന്നും എസ്കലേറ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ല. കാരണം റഷ്യയുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്, ഉക്രൈനുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധമാണ്. ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ ഉക്രൈനും റഷ്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല ആൾക്കാരും പല ഫാനുകളാകുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന ഡിപ്ലോമസി എന്താണ്, അതിലേക്കാണ് ഞാൻ ഈ വിരൽ ചൂട്ടത്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? അതായത് ലോകത്തുള്ള ഇന്ത്യയുടെ സുപ്പീരിയർ പവറാണ് കാണിക്കുന്നത്. യൂറോപ്പിലെ 2 രാജ്യങ്ങൾ, ലോകത്തിലെ ഒരു പവർഫുൾ രാജ്യമാണ് റഷ്യ, മറ്റതിൻ്റെ പഴയ പാർട്ട് സോവിയറ്റ് യൂണിയൻ പഴയ പാർട്ടായിരുന്നു ഉക്രൈൻ. അവിടെ സമാധാന സേനയായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ സേന അവിടെ പോകുമ്പോൾ നമുക്ക് അമേരിക്കയെ പോലെ റോളാവുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്.
അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷന് മിഡിൽ ഈസ്റ്റിൽ ഇതേപോലെ ഇന്ത്യൻ ബേസുകൾ സൗദിയിലും UAE-യിലും മറ്റ് രാജ്യങ്ങളിലും ഉണ്ടാണ്. കാരണം ഒരിക്കലും അവർക്ക് ചൈനയെ അവിടെ കയറ്റരുത് ഒരിടത്ത്. ഇതാണ് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്ലാൻ, അമേരിക്കയുടെ പ്ലാൻ. കാരണം ഇന്ത്യ വളർത്തിക്കൊണ്ടുവരിക, ഇത് ലോക പോലീസിൻ്റെ അതേപോലെ ഒരു സംഭവമായിട്ട് ഇന്ത്യയെ കൊണ്ടുവരിക. ഇപ്പം ഞാനിപ്പോൾ ഈ സംഭവം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇത് പറയുമ്പോൾ, നേരത്തെ ഞാൻ ഈ സൗദിയെ പറ്റി പറഞ്ഞപ്പോഴും UAE-യെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങൾക്കൊക്കെ സംശയമായിരുന്നു. അതിൻ്റെ കാരണം ബേസിക്കലി നിങ്ങൾ ഇൻഡെപ്തായിട്ട് അമേരിക്കൻ ജിയോ പൊളിറ്റിക്സും യൂറോപ്യൻ ജിയോ പൊളിറ്റിക്സും പ്രോപ്പറായിട്ട് മനസ്സിലാകാത്തതിൻ്റെ പേരിലാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൊണ്ടുവരാനുള്ള ഇഷ്ടം? കാരണം ഒരു കാരണവശാലും ചൈനയെ പൂർണ്ണമായിട്ട് അവർക്ക് സപ്രസ് ചെയ്യണം. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ യൂറോപ്പിനേക്കാളും മികച്ച സംഭവമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം. ഇന്ത്യയാണ് സമാധാന സേന, അവരാണ് അവിടെ സമാധാനം പോലീസായിട്ടും പ്രവർത്തിക്കുന്നത്. സോ ഒരു വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ആ രീതിയിലോട്ടാണ് ഈ ഓരോ ഡിസ്കഷനും പോകുന്നത്. കാരണം ഇന്ത്യക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട റോളാകും. കാരണം അവിടെ സംരക്ഷിക്കാൻ ഇന്ത്യ പോയി കഴിയുമ്പം ഉറപ്പായിട്ടും ഉക്രൈൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുപ്പമുള്ള രാജ്യമായി മാറും. ഇന്ത്യൻ ബിസിനസ് അവിടെ നടക്കും, ശരിക്കും ഇന്ത്യൻ ബിസിനസ്സുകാരോട് ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ കൺട്രി ടു പീപ്പിൾ കോണ്ടാക്ട്സ് ഉണ്ടാകും. പിന്നെ ഫർദർ എത്രയോ വർഷം ഉക്രൈൻ എന്ന് പറയുന്നിടത്ത് ഇന്ത്യൻ സേനയായിരിക്കും, അതായത് ഇന്ത്യൻ ബേസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതൊരു ഭയങ്കര സംഭവമാണ് ഈ സംഭവം. കാരണം യൂറോപ്യൻ രാജ്യത്ത് സമാധാന സേനയായിട്ട് പോകുന്ന ഇന്ത്യയാണ്. അപ്പൊ ഈ ലോകരാജ്യങ്ങളെല്ലാം നമ്മൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ എന്തോ പറഞ്ഞു കഴിഞ്ഞാലും, മോദി ഗവൺമെന്റിൻ്റെ അകത്ത് കിട്ടിയിരുന്ന പവർഫുൾ ആയിട്ടുള്ള സംഭവമായത്. അതായത് ലോകത്തിന്റെ സമാധാന പോലീസായിട്ടും ലോക പോലീസായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നു, സാമ്പത്തികമായിട്ട് മാത്രമല്ല. അതായത് അമേരിക്ക ഒരു പ്രാവശ്യം ചെയ്തിരുന്ന റോൾ ഇന്ത്യ ചെയ്യാൻ പോവുകയാണ്. ആ രീതിയിലോട്ട് പോകുമ്പോഴാണ് ഉക്രൈൻ റഷ്യയുടെ യഥാർത്ഥ സീസ് ഫയർ ഡീൽ ഉണ്ടാകുന്നത്. ഫർദർ ഒന്നും എസ്കലേറ്റ് ചെയ്യുന്നില്ല, സമാധാനത്തോടെ പോകുന്നു. അതായത് പൂർണ്ണമായിട്ട് തിരിച്ചു വരുന്നു. അതേപോലെ ഉക്രൈൻ റീബിൽഡ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് മികച്ച റോളുണ്ട്. ഇതിൻ്റെയൊക്കെ പണം ആര് കൊടുക്കും? ഉക്രൈൻ കൊടുക്കും. ആ ഒരു ഡീലിലോട്ടാണ് ഫർദർ ഇത് പോകുന്നത്. കാരണം ഈസ്റ്റർ വെടിനിർത്തലാണ് രണ്ടു കൂട്ടരും ഇപ്പോൾ പറയുന്നത്. കാരണം അവിടുത്തെ ക്രൈസ്തവ സഭകൾ ഈസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഡിവൈനായിട്ട് കാണുന്ന സംഭവമാണ്. അപ്പം അതിൻ്റെ ആ ദിവസം വെടിനിർത്തൽ ഉണ്ടാകുന്ന അമേരിക്ക അത് കാര്യമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ റോളാണ്. നമ്മൾ എവിടെയും ആരുടെയും കൂടെ നിന്നില്ല. അവസാനം നമ്മൾ മറ്റുള്ള അമേരിക്കൻ സമ്മർദ്ദം കൊണ്ട് ഉക്രൈൻ നമ്മൾ ഷെൽസ് കൊടുക്കേണ്ടി വന്നു, തേർഡ് പാർട്ടി ത്രൂ. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഇതിനകത്ത് പ്രയോജനമുണ്ടാക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ കാരെ പിടിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കുക എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യക്ക് വലിയൊരു സംഭവമായിട്ട് ഉക്രൈനിൽ ഓപ്പൺ ചെയ്ത് കൈ കൊടുക്കുകയാണ്. അതായത് മനസ്സിലാക്കുക, ഇത്രയും ഇപ്പം വാറുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം എല്ലാവരും ആവർത്തിക്കുന്ന സംഭവം അമേരിക്കയാണ് പ്രയോജനം ഉണ്ടാക്കുന്നത്. ഇവിടെ ഇന്ത്യയും ആ വാറിൻ്റെ പ്രയോജനത്തിലോട്ട് പോകുന്നു. അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നരേഷൻ ഒരു കോളമിസ്റ്റ് എഴുതി കഴിച്ചപ്പോൾ ആ കോളം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പം മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ പവർ എത്രമാത്രം ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യുന്നു. അതിലേക്കാണ് ഓരോ ദിവസം കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്, അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെ റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ. ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമുള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇവിടെ സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ.
അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. നല്ല ആൾക്കാർ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കും, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും ഇതിനെ തോലച്ചേറായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ല റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്തിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു.